എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരിലേക്കും ഒരു പ്രത്യേക കാരണത്താലാണ് ഈ സന്ദേശം എത്തുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില സന്ദേശങ്ങൾ നമ്മൾ തേടി പോകുന്നതാണ്, പക്ഷെ ചില സന്ദേശങ്ങൾ നമ്മളെ തേടി വരും. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അത്തരത്തിലൊരു സന്ദേശമാണ്. ഒരുപക്ഷെ കുറെ നാളുകളായി മനസ്സിൽ പറയാൻ കഴിയാത്ത വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. കാരണമില്ലാതെ ജീവിതം മന്ദഗതിയിലായ പോലെ തോന്നാം. എത്ര ശ്രമിച്ചാലും കാര്യങ്ങൾ പൂർണ്ണമാകാതെ പോകുന്നുണ്ടാകാം. കുടുംബത്തിൽ സമാധാനം കുറയുന്നത് പോലെയോ, സാമ്പത്തികമായി കയ്യിൽ പണം വന്നിട്ടും നിൽക്കാതെ പോകുന്നത് പോലെയോ, ഉള്ളിലൊരു ഭാരം വച്ചിരിക്കുന്നത് പോലെയോ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ വലിയ വലിയ പരിഹാരങ്ങൾ അന്വേഷിച്ച് നടക്കാറുണ്ട്. ക്ഷേത്രങ്ങൾ മാറും, വഴിപാടുകൾ മാറും, പ്രാർത്ഥനകൾ മാറും. പക്ഷെ ചിലപ്പോൾ നമ്മൾ മറക്കുന്നത് വളരെ അടുത്തുള്ള ഒരു ദൈവിക ശക്തിയെയാണ്. നമ്മുടെ വംശത്തെ കാത്തു നിൽക്കുന്ന, തലമുറകളായി നമ്മോടൊപ്പം നടക്കുന്ന ആ കുലദേവതയുടെ സാന്നിധ്യം, നമ്മളെക്കാൾ മുമ്പേ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും പ്രാർത്ഥിച്ച ആ ദൈവിക ശക്തി ഇന്നും നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. ജീവിതത്തിൽ എത്ര വലിയ മാറ്റങ്ങൾ വന്നാലും, നമ്മൾ എവിടെയായാലും നമ്മെ വിളിച്ചു കാത്തു നിൽക്കുന്ന ആ കുടുംബദൈവത്തെ മറന്നു പോകുമ്പോൾ പല കാര്യങ്ങളിലും അപൂർണത തോന്നാനിടയുണ്ട്. ജീവിതത്തിൽ വരുന്ന ഓരോ തടസ്സവും ശത്രുദോഷമോ ദൈവപരീക്ഷണമോ ആണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ ചില സമയങ്ങളിൽ ഉള്ളിലെ അസ്വസ്ഥതകൾ, കാരണമില്ലാത്ത ഭയം, പെട്ടെന്ന് തീരുമാനങ്ങൾ തെറ്റിപ്പോകുന്നത്, വീട്ടിൽ ചെറിയ കാര്യങ്ങൾ പോലും വലിയ പ്രശ്നമാകുന്നത്, ഇതെല്ലാം നമ്മൾ നിമിഷം നിൽക്കാനും ദൈവത്തെ ഓർക്കാനും ഉള്ളൊരു സൂചനയായി ചിലർ കാണാറുണ്ട്. പ്രപഞ്ചം പലപ്പോഴും വളരെ നിശബ്ദമായി മുന്നറിയിപ്പ് നൽകും. കേൾക്കാൻ തയ്യാറുള്ള മനസ്സിന് ആ ശബ്ദം മനസ്സിലാകും. അതുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഒരു ഭയപ്പെടുത്തുന്ന സന്ദേശമല്ല, ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ ആരാണ്, നമ്മുടെ വേരുകൾ എവിടെയാണ്, നമ്മെ കാത്തു നിൽക്കുന്ന ദൈവിക ശക്തിയെ എങ്ങനെ ആദരിക്കണം എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഈ വീഡിയോ അവസാനം വരെ കേൾക്കൂ. ചില വാക്കുകൾ നിങ്ങളുടെ മനസ്സിനോട് വളരെ അടുത്ത് സംസാരിക്കും. ജീവിതം ഒരുപാട് തിരക്കുകൾക്കിടയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകാറുണ്ട്. ചിലപ്പോൾ സ്വന്തം മനസ്സിനെ പോലും കേൾക്കാൻ സമയം കിട്ടാതെ പോകും. രാവിലെ എഴുന്നേറ്റ് രാത്രിയാകുന്നത് വരെ ഓട്ടമാണ്. ജോലി, കുടുംബം, ഉത്തരവാദിത്വങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, പഠനം, ആരോഗ്യകാര്യങ്ങൾ എല്ലാം കൂടിക്കലർന്നപ്പോൾ ഒരു ചെറിയ നിശബ്ദത പോലും ജീവിതത്തിൽ നിന്ന് അകലുന്നു. അത്തരത്തിൽ ദൈവത്തെ ഓർക്കുന്നത് പോലും ഒരു ചടങ്ങായി മാത്രം മാറിപ്പോകും. വിളക്ക് കൊളുത്തും, കൈകൂപ്പും, 2 നിമിഷം നിൽക്കും, പക്ഷെ മനസ്സ് വേറെ എവിടെയോ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. പ്രാർത്ഥനയുടെ യഥാർത്ഥ ശക്തി അവിടെ തന്നെയാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. വാക്കുകൾക്ക് മുമ്പ് മനസ്സിന്റെ സത്യസന്ധതയാണ് ദൈവത്തിലേക്ക് എത്തുന്നത് എന്ന് പഴയ ആൾക്കാർ പറയുന്നത് വെറുതെയല്ല. ഉള്ളിൽ നിന്ന് ഉയരുന്ന ഒരു സത്യമായ വിളി പലപ്പോഴും നമ്മളെ തന്നെ മാറ്റി തുടങ്ങും. ദൈവം നമ്മളെ കേൾക്കുന്നു എന്ന വിശ്വാസം വന്നാൽ ഭയത്തിന്റെ പകുതി അവിടെ തന്നെ അവസാനിക്കും. പലരും പറയുന്നു, ജീവിതത്തിലെ ഏറ്റവും വലിയ ഇരുട്ട് വന്ന സമയത്ത് ക്ഷേത്രത്തിൽ പോയി നിൽക്കുമ്പോൾ ഉള്ളിലൊരു സമാധാനം കിട്ടിയെന്ന്. അത് ചിലപ്പോൾ ഒരു ഉത്തരമല്ല, പക്ഷേ ശരിയായ ഉത്തരത്തിലേക്കുള്ള ആദ്യത്തെ അടയാളമായിരിക്കും. കുടുംബദേവതയെ കുറിച്ച് പഴയ തലമുറ പറയാറുണ്ടായിരുന്ന കാര്യങ്ങൾ ഇന്നും പല വീടുകളിലും കേൾക്കാം. ഓരോ കുടുംബത്തിനും ഒരു ആത്മബന്ധം പോലെ ഒരു ദൈവിക സാന്നിധ്യമുണ്ടെന്ന് വിശ്വാസമുണ്ട്. ആ ദൈവത്തെ ആദരിക്കുന്നത് വെറും വഴിപാടുകൾ കൊണ്ടല്ല. വീട്ടിൽ സമാധാനം കാത്തു സൂക്ഷിക്കുന്നതും അതിൻ്റെ ഭാഗമാണ്. പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും അതിൻ്റെ ഭാഗമാണ്. വീട്ടിൽ രാവിലെ ഒരു വിളക്ക് തെളിയിക്കുന്നതും നന്ദി പറയുന്നതും അതിൻ്റെ ഭാഗമാണ്. ചിലപ്പോൾ വളരെ വലിയ പൂജകളേക്കാൾ നന്ദിയോടെ പറഞ്ഞ ഒരു പ്രാർത്ഥനയ്ക്ക് മനസ്സിൽ കൂടുതൽ ശക്തിയുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ എല്ലാം ശരിയായി പോകുന്നുവെന്ന് തോന്നും. പിന്നെ പെട്ടെന്നൊരു മാറ്റം, ചെറിയ കാര്യങ്ങൾ പോലും കൈവിട്ടു പോകും. പദ്ധതികൾ പാളും, പ്രതീക്ഷിച്ചിടത്ത് തടസ്സം വരും. മനസ്സ് പല ചോദ്യങ്ങൾ ചോദിക്കും. എന്താണ് തെറ്റ്? എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പോൾ ചിലർ
ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കും. ഞാൻ എൻ്റെ മനസ്സിനെ കേൾക്കുന്നുണ്ടോ? ഞാൻ നന്ദി പറയുന്നുണ്ടോ? ഞാൻ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ എന്നെ അധികം ഭയപ്പെടുത്തുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമൊക്കെ പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. വൈരാഗ്യം പിടിച്ചു നിൽക്കുമ്പോൾ മനസ്സിന്റെ ഭാരം പൊതുവെ കൂടുകയാണ് ചെയ്യുന്നത്. ഒരാളെക്കുറിച്ചുള്ള ദേഷ്യം ദിവസങ്ങളോളം കൊണ്ടു നടക്കുമ്പോൾ ആ ഭാരം നമ്മളെയാണ് ക്ഷീണിപ്പിക്കുന്നത്. അതുകൊണ്ട് പല ആത്മീയ ഗുരുക്കന്മാരും പറയുന്ന ഒരു കാര്യമുണ്ട്: പ്രാർത്ഥനയിൽ മറ്റൊരാൾക്ക് ദോഷം ചോദിക്കരുത്, സ്വന്തം വഴിക്ക് വെളിച്ചം ചോദിക്കണമെന്ന്. സ്വന്തം വീട്ടിലേക്ക് സമാധാനം ചോദിക്കണം. സ്വന്തമായി തീരുമാനമെടുക്കാൻ വ്യക്തത ചോദിക്കണം. കാരണം ഇരുട്ടിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ വെളിച്ചം കാണാൻ ബുദ്ധിമുട്ടാണ്. രാവിലെ കണ്ണു തുറക്കുന്ന ആ നിമിഷം പലർക്കും സാധാരണമാണ്. പക്ഷേ ചിലർക്ക് അതൊരു അനുഗ്രഹത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. പുതിയൊരു ദിവസം കിട്ടി, വീണ്ടും തുടങ്ങാൻ ഒരു അവസരം കിട്ടി. ഇന്നലെ നടന്നത് ഇന്നേക്ക് മുഴുവൻ കൊണ്ടുവരാതെ തുടങ്ങാൻ കഴിയുന്ന ഒരു നിമിഷം. ആ നിമിഷത്തിൽ ഒരു നന്ദി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ മനസ്സിന്റെ ഭാവം തന്നെ മാറി തുടങ്ങും. ക്ഷേത്രങ്ങൾ പലർക്കും വെറും ആരാധനാലയം മാത്രമല്ല, കുറച്ചു നേരം മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ഒരു ഇടമാണ്. അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളോടെ പോകും, പക്ഷേ ചിലപ്പോൾ മടങ്ങി വരുമ്പോൾ ഉള്ളിൽ ധൈര്യം കൂടിയിരിക്കും. കാരണം ഒരു പരിഹാരം കിട്ടിയത് കൊണ്ടല്ല, ഞാൻ ഒറ്റയ്ക്കല്ല എന്നൊരു തോന്നൽ വന്നതുകൊണ്ടാണ്. അതിനാണ് ഭക്തി പലപ്പോഴും ശക്തി നൽകുന്നത്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ എല്ലാം ഒരു ദിവസം കൊണ്ട് വരണമെന്നില്ല. ചിലപ്പോൾ ഒരു പ്രാർത്ഥന, ഒരു തീരുമാനത്തിലെ മാറ്റം, ഒരു ക്ഷമ, അല്ലെങ്കിൽ ഒരു നന്ദി, ഒരു ക്ഷേത്ര ദർശനം, ഒരു വിളക്ക്, ഇങ്ങനെ ചെറിയ കാര്യങ്ങളാണ് വലിയ വഴികൾ തുറക്കുന്നത്. നമ്മുടെ വേരുകളെ മറക്കാതെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിനും ഒരു സ്ഥിരത ലഭിക്കും. ഇടവമാസം പോലുള്ള ഈ സമയങ്ങളെ പലരും ആത്മീയമായി പ്രത്യേകമായി കാണാറുണ്ട്. അത്തരമൊരു കാലത്ത് കുടുംബമായ ക്ഷേത്രത്തിൽ പോകുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നത് വീട്ടിൽ നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കും. ഇവ പലർക്കും മാനസികമായി വലിയ ആശ്വാസമായിരിക്കും നൽകുക. അതിനൊപ്പം സ്വന്തം ഉള്ളിലെ ഭയങ്ങൾ കുറയ്ക്കാൻ ശ്രമിക്കണം. ഓരോ ചിന്തയും ഭയത്തിന്റെ ഭാഷയിൽ പറയാതിരിക്കുക. എല്ലാ കാര്യത്തിലും ഏറ്റവും മോശം ഫലം മാത്രം കരുതാതിരിക്കുക. മനസ്സിനെ കുറിച്ച് സമാധാനത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ പഠിക്കണം. പ്രപഞ്ചം എല്ലായ്പ്പോഴും വലിയ ശബ്ദത്തിൽ സംസാരിക്കില്ല. ചിലപ്പോൾ ചെറിയ സൂചനകൾ മാത്രം, ഒരു ചിന്ത, ഒരു ഓർമ്മ, ഒരു ക്ഷേത്രത്തിൽ പോകണമെന്ന തോന്നൽ, പഴയൊരു ദൈവനാമം വീണ്ടും വീണ്ടും മനസ്സിൽ വരുന്നത്, ഒരുപാട് നാളുകൾക്ക് ശേഷം ഉള്ളിൽ സമാധാനം തേടുന്നത്, ഇവയെ പലരും ഒരു വിളിയായി കാണാറുണ്ട്. ദൈവത്തിന്റെ വിളി. നമ്മുടെ ജീവിതം എല്ലായ്പ്പോഴും നമ്മൾ കരുതിയതുപോലെ പോകണമെന്നില്ല. പക്ഷെ ഓരോ തടസ്സവും നമ്മളെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പഠിപ്പിക്കും. വിശ്വാസം ഒരുപാട് ചോദ്യങ്ങൾ ഇല്ലാതാക്കില്ല, പക്ഷെ ആ ചോദ്യങ്ങൾക്കിടയിലൂടെ നടക്കാനുള്ള ധൈര്യം നൽകും. അതാണ് ആത്മീയത പലർക്കും നൽകുന്ന ഏറ്റവും വലിയ ശക്തി. ഈ വീഡിയോ കേട്ട എല്ലാവരോടും ഒരൊറ്റ കാര്യം മാത്രം പറയാം: ജീവിതം എത്ര തിരക്കുള്ളതായാലും, എത്ര വലിയ സമ്മർദ്ദങ്ങൾ വന്നാലും, സ്വന്തം മനസ്സിനോട് സംസാരിക്കാൻ ഒരു നിമിഷം നിങ്ങൾ മാറ്റിവെക്കണം. വിശ്വാസമുണ്ടെങ്കിൽ അത് മനസ്സോടെ നിലനിർത്തണം. ആർക്കോ വേണ്ടി ഏതോ ഒരു കർമ്മം ചെയ്യുന്നത് പോലെ ചെയ്താൽ അതിനൊരു ഫലവും ലഭിക്കില്ല. നമ്മൾ ഉള്ളറിഞ്ഞ്, നമ്മുടെ മനസ്സറിഞ്ഞ് അത് ചെയ്യണം. വിശ്വസിക്കണം. കുടുംബദേവതയെ ഓർക്കുന്നവർ ആ സ്മരണ സ്നേഹത്തോടെ തുടരണം. ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ പോകണം. കഴിയാത്തവർ വീട്ടിൽ വിളക്ക് തെളിയിച്ച് നിറഞ്ഞ മനസ്സോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. പ്രധാനപ്പെട്ടത് പുറത്തുള്ള ചടങ്ങുകൾ മാത്രമല്ല, ഉള്ളിലെ നിങ്ങളുടെ മനസ്സിന്റെ സമാധാനം കൂടിയാണ്. ചില ദിവസങ്ങൾ നമ്മളെ പരീക്ഷിക്കും, ചില ദിവസങ്ങൾ നമ്മളെ ഉയർത്തും. രണ്ടും ജീവിതത്തിന്റെ ഭാഗമാണ്. ഭയം വരാം, സംശയം വരാം, പക്ഷെ അവിടെ തന്നെ നിൽക്കാതെ വെളിച്ചത്തിലേക്ക് മനസ്സിനെ തിരിക്കണം. നന്ദി പറയാൻ കഴിയുന്ന ഓരോ കാര്യവും നിങ്ങൾ ഓർത്ത് നന്ദി പറയണം. ഇന്ന് കിട്ടിയ ചെറിയ സന്തോഷം പോലും അനുഗ്രഹമായി കാണണം. നമ്മുടെ മുൻ തലമുറകൾ കൈമാറിയ വിശ്വാസങ്ങളും പ്രാർത്ഥനകളും വെറും ആചാരമല്ല എന്ന് നമ്മൾ കരുതണം. അതിൽ വലിയ ആത്മബലമാണ് നിങ്ങൾക്ക് കിട്ടുക. മനസ്സ് ക്ഷീണിക്കുമ്പോൾ പ്രാർത്ഥന ചിലപ്പോൾ ഒരു ആശ്വാസം നൽകും. തീരുമാനങ്ങൾ മങ്ങിപ്പോകുമ്പോൾ ഒരു നിമിഷം നിശബ്ദത പല ഉത്തരങ്ങളും കാണിച്ചു തരും. ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും വ്യക്തതയും നിറയട്ടെ. നല്ല തീരുമാനങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ.
നിങ്ങളുടെ കുടുംബത്തിന് ഐക്യവും സന്തോഷവും എപ്പോഴും ഉണ്ടാകട്ടെ. തടസ്സങ്ങൾ മാറി പുതിയ വഴികൾ തുറക്കട്ടെ. ഉള്ളിലെ ഭയം കുറഞ്ഞ് ധൈര്യം വർദ്ധിക്കട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന നന്മകൾ നല്ല സമയത്ത് ജീവിതത്തിലേക്ക് എത്തട്ടെ. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക. കുടുംബദേവത നിങ്ങളെ സംരക്ഷിക്കുകയാണ്, നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അത് മറക്കാതെ കഴിയുന്ന സമയത്ത് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്താൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ സമാധാനത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഓം നമഃ ശിവായ. ഇത്രയുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കുവാനുള്ളത്. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് ഈ അറിവ് പങ്കുവെക്കുവാനായി വീഡിയോ ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു ഉപയോഗപ്രദമായിട്ടുള്ള വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.